ആര്? ഡയറക്ടർമാർ സാധനം കളമരം പിടിക്കാൻ പോലീസിന്റെ പണിയാണ്. ഇവരൊക്കെ പറയാതെ കള്ളം പിടിക്കണം. അതൊരു സംവിധായകൻ എന്ന നിലയില്, ഒരു ഡയറക്ടർ എന്ന നിലയില് ഈ സമയത്ത് എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കട്ട് പറയും. അറിയാത്തത് ഞാൻ പോണല്ലേ, ഞാൻ പോണല്ലേ. ഈ പണി ചെയ്ത പാപ്പ പിടി. അവന്റെ പണി ഇന്നത്തോടു കൂടി ഞാൻ തീർച്ചയായും നോക്കിക്കോ. ഒരു സംവിധായകനോടാണല്ലോ നിന്റെ കളി. നിന്നെ ചവിട്ടിന്നോ? ഞങ്ങളെ സാധാരണ കള്ളന്മാരെ ഉമ്മോയിക്കാറില്ല, കൈ കിട്ടിയ കൊന്നുകളയാറാ പതിവ്. എന്റെ വീട്ടിൽ നിന്നെടുത്ത തൊണ്ടി നാളെ തെണ്ടി. ഇന്നാണ് നിന്റെ വീട്ടിൽ നിന്നെടുത്ത തൊണ്ടി. ഓണകമായാലും കോടികളായാലും കളവ് കളവ് തന്നെയാടാ, പേരും കള്ളോ. അങ്ങനെ തന്നെ വേണോടാ എനിക്ക്. നിന്റെ വാപ്പ നിന്നെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ പതുങ്ങി നിന്നവനെ ഈ ഞാൻ. നിനക്ക് വേണ്ടി മാത്രം പതുങ്ങി നിന്നവനെ ഈ ഞാൻ. ഒരു സുഹൃത്താണെന്ന് പറഞ്ഞോണ്ട് വീട്ടിൽ വന്നിട്ട് കള്ളനെ പോലെ പതുങ്ങരുത്. എന്തിനാ നിന്നെ രക്ഷിക്കാൻ. അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ നീ 1000 ജന്മം ജനിക്കണം. നീ എന്നെ പെരും കളനാക്കിയില്ലേ, മതിയടാ, തൃപ്തിയായി. ബൈ. എടാ, സംവിധായകനാകാൻ വേണ്ടി കാലത്ത് വീട്ടിൽ നിറങ്ങി പുറപ്പെട്ട ഒരു നവാഗത സംവിധായകന് കള്ളന്റെ പിന്നാലെ ഓടേണ്ടി വന്നതിന്റെ ഒരു ടെൻഷൻ കൊണ്ട് തല്ലിപ്പോയത് അളിയാ. സോറിടാ. ആ മഹാപാപം ചെയ്ത ആത്മാർത്ഥ സുഹൃത്തിന്റെ ആത്മാർത്ഥതയിൽ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ തല്ലടാ. ഈ മഹാപാപി തല്ലിക്കൊല്ലടാ. തമാശ പറഞ്ഞ നീ കാര്യമാക്കിയ. താങ്ക് യുടാ. എത്ര സുന്ദരവും നിർമ്മലവും സുതാര്യവുമായി അടി. ഇനിയും ഉണ്ടോ ഇത്തരത്തിലുള്ള അടികള്? ഒന്നുകൂടി അങ്ങോട്ട് തരട്ടെ. വേണ്ട, കിട്ടിയോടത്തോളം മതി. അല്ല, അതിരിക്കട്ടെ. മഹാകവി കോരപ്പുഴ കോയമോൻ എന്തിനായിരുന്നു എന്റെ വീടിന്റെ മതിലിയാടിയത്? ഒരു കൂലങ്കുഷമായ ചർച്ച നടത്താൻ. എന്നിട്ട് മഹാകവി എന്റെ വീട്ടുകാർക്ക് മനസ്സിലായാവോ? അവർക്ക് മനസ്സിലാകാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ നിന്റെ വാപ്പാടെ പഴയ കോടാൻ ആ വൃത്തികെട്ടെടുത്ത് ഞാൻ മോത്തി കിട്ടിയത്. എന്തൊരു നാറ്റം. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നിന്റെ ഉമ്മാർത്തുനിന്ന് അലക്കി കൊടുക്കാൻ പറയണം. എന്തൊരു നാറ്റം അത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കുളിക്കാത്ത നിനക്കത് പറയാനുള്ള വല്ല അർഹതയുണ്ടോ? കവികൾ കഴുകാറേ ഇല്ല, അല്ല കുളിക്കാറേ ഇല്ല. ഒന്ന് പതുക്കപ്പെടാ. ജമാൽ രണ്ടാത്താണ് ഇങ്ങോട്ട് കൃത്യം 10 മണിക്ക് എത്താമെന്നാണ് പ്രൊഡ്യൂസറോട് പ്രൊഡക്ഷൻ കൺട്രോൾ മാത്തായി. ടൈം പാത്തായി. പിന്നെ നിന്റെ മത്തായി പറഞ്ഞ സമയത്ത് അവിടെ എത്താൻ നിക്കല്ലേ ഈ ജമാൽ രണ്ടത്താണി. താരം താരെങ്കിലും ശവരം ചെയ്യുന്നതായിട്ടുണ്ടോ? പോയമോനെ. അതേടാ, ബാപ്പ ബാക്കി പോയി വരുന്നവരെ ഈ തൊപ്പിയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ അഴിച്ചു വെച്ച് കടയിൽ നിന്നേ പറ്റൂ. നിന്നെ പോലുള്ള ബാർബർമാരെ പിടിച്ച് ഡയറക്ടറാക്കി എന്നെ വേണം ആദ്യം തല്ലാൻ. ഓ, ഒരലക്കാരനായിട്ടുള്ള ഗാനരചയിതാവിന്റെ പാട്ട് സംവിധാനിക്കാൻ ഈ ഒരു ബാർബർ ധാരാളം മതി. എന്റേതാണ് പ്രൊഡ്യൂസർ. അക്കാര്യം അങ്ങ് മറക്കണ്ട. അതൊക്കെ പോട്ടെ. സാർ നമ്മുടെ ആൽബത്തിലേക്ക് വല്ല വരികളും അലക്കി ഉണക്കിയിട്ടിട്ടുണ്ടോ? എന്റെ മനസ്സാക്കുന്ന ബക്കറ്റിലേക്ക് ചില വരികൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആശയങ്ങളുടെ സോപ്പ് പൊടിയും പ്രാസങ്ങളുടെ തുള്ളിനിലവും ചേർത്ത് ഞാൻ എന്റെ ഭാവനയുടെ അലക്കുകല്ലിട്ട് പതപ്പിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. വരികൾ തീർന്നാൽ അഴയിൽ ഞാൻ വിരിച്ചിട്ട് അത് ഞാൻ ഉണക്കും. പിന്നെ ഈ സംവിധാനം പോലെ എളുപ്പമുള്ള ജോലിയല്ലേ ഈ പാട്ടെഴുത്ത്. പിന്നെ വയലാറിന്റെയും വൈൻ വീടിയും വരികളിൽ ബിച്ചു തിരുമലയും കൈതപ്രത്തെയും കുത്തിത്തിരികി അനിൽ പനച്ചൂരാനാക്കി ഇറക്കാൻ വലിയ പണിയല്ലേ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് നീ നേരിട്ട് കണ്ടിട്ടുള്ള ബറാബറുടെ മോനെ? ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടെന്നോ? എന്നാ കേട്ടോ, കൈരളിയുടെ ഷൂട്ട് ആൻഡ് ഷോ, ഏഷ്യാനെറ്റിന്റെ സിനിമ ഡയറി, അമൃതയുടെ മൂവി ബസാർ, കിരൺ ടിവിയിലെ ഫിലിം ന്യൂസ് തുടങ്ങി ചാനലുകളിൽ വരുന്ന എല്ലാ സിനിമാ പരിപാടികളും കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഈ ബാർബർ പണിയൊക്കെ തന്നെയാണ് സിനിമ. രണ്ടിലും കട്ടിക്കുണ്ട്. ഒന്നിലും മുടിയും മറ്റേലും ഫിലിമാണെന്ന് മാത്രം. എന്നാ എന്റെ ഈ ഫിലിം നീ ഒന്ന് കട്ട് ചെയ്ത് തരാം. അതെ, നീ അവിടെ കളഞ്ഞില്ലേ എന്റെ ബാപ്പാടെ ഒരു കവിത, അത് ആദ്യം അലക്കി വെളുപ്പിക്കും, എന്നിട്ട് ഞാൻ ഈ ഫിലിം കട്ട് ചെയ്യാം. എന്നാ ഈ ആൽബത്തിന് ഞാനൊരു പേരിട്ടു. എന്താ? ഫർഹാനയുടെ കുഞ്ഞിക്കാൽ. എങ്ങനെയുണ്ട് ടൈറ്റിൽ? അതെ, നിന്റെ കെട്ടിയോളില്ലേ ആ മച്ചു കുഞ്ഞാമിന, അവള് പ്രസംഗിക്കുമ്പോ ഇട്ടാ മതി. എടാ, ഈ ജമാൽ രണ്ടത്താണിയുടെ വർക്കുകളെ കുറിച്ച് ഈ നാട്ടുകാർക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ചോര വരാതെ പഠിക്കാം എന്ന പ്രതീക്ഷയാണോ? കോയമോനെ, ഇടക്ക് കയറി അലക്കല്ലേട്ടാ. എടാ, കുറെ പെമ്പിള്ളേരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് കഴിഞ്ഞാൽ ആൽബം ആവൂല. ഞാനാണ് നിനക്കൊരു പ്രൊഡ്യൂസർ ഉണ്ടാക്കി തന്നത്.
ചുരുക്കി പറഞ്ഞാൽ ഞാൻ തന്ന ഔദാര്യമാണ് നിനക്ക് ഈ അവസരം. ഓ പറയണേട്ടത്തോന്നും ഇയാളാണ് മുഴുവൻ സംവിധായകർക്കും പ്രൊഡ്യൂസർ ഉണ്ടാക്കി കൊടുക്കണേന്ന്. അതെടാ, നിന്നെ കൊണ്ട് ഈ കാലയളവിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കണതിന്റെ ഇടയിൽ കയറി നീ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടല്ലേ? എന്നാ നീ ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കല്ല, ഉണ്ടാക്കാൻ എനിക്ക് മനസ്സില്ല. ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കാൻ എനിക്ക് മനസ്സില്ല. കോയമോനെ, നിനക്ക് തലക്കനം വന്നു പിടിക്കട്ടാ. നിന്റെ ദുരന്തങ്ങൾ നിറഞ്ഞ കഴിഞ്ഞ കാലഘട്ടങ്ങളില് ഞാൻ നിന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചൊന്നും ഇത്ര പെട്ടെന്ന് മറക്കരുതായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇഞ്ചി മിഠായി മേടിക്കാൻ വേണ്ടി 15 പൈസ നീ തന്നിട്ടുണ്ട്. അതിന് ഇത്രയും വലിയ വില നീ പ്രതീക്ഷിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ആ 15 പൈസ കൊണ്ടാടാ നീ ഇന്ന് ഈ നിലയിലെത്തിയത്. ഏത് നിലയില്? വിഴുപ്പലക്കുന്ന നിലയിലോ? എടാ, ഒന്നില്ലെങ്കിൽ നീ ഒരു ഗാനരചയിതാവായി തീർന്നില്ലേ? അതെന്റെ ഭാഗ്യം. പിന്നെ എന്റെ കഠിനാധ്വാനവും. അയ്യേ, കഠിനാധ്വാനത്തിന്റെ കാര്യമൊന്നും പറയല്ലേ. ഇന്നേ വരെ നിന്റെ ഏതെങ്കിലും ഒരു കവിത വെളിച്ചം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അത് പിന്നെ ചിലതൊരു വെളിച്ചം കണ്ടിട്ടില്ല എന്ന് പറയുന്നില്ല, കണ്ടിട്ടുണ്ട്. നിന്റെ ഉമ്മ അടുപ്പിൽ തീ കൂട്ടണ സമയത്ത് ചില കവിതകൾ വെളിച്ചം കണ്ടിട്ടുണ്ട്. അങ്ങനെ മതി, കുത്തി നോവിക്കല്ലേ. നീ ഏതായാലും കടലേക്ക് പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നേക്കാം. പറഞ്ഞോട്ടോ. ജമാൽ സലൂൺ, ഒരു സംവിധായകന്റെ പേര് ബാർബർ ഷാപ്പിന്. ആ ചെളിയെങ്കി ചെളി, കരിയെങ്കി കരി. പെയിന്റ് പഠിക്കാൻ കാശില്ലാതെ ഞാനെന്ത് ചെയ്യാനാണ്? ജൽ സലൂൺ കൊള്ളാം. സ്വന്തം പേരിൽ ഈ എന്നെ കരിവാരി തേക്കുക? പിന്നെ സ്റ്റാർ ഹോട്ടലിലെ എന്നെ പിടിച്ച് ബ്രാൻഡ് അംബാസഡർ ആക്കാൻ മിണ്ടാണ്ട് പോ. അന്റെ പേരിട്ടേന് ഞാന് സുബൈദ് എത്ര കരഞ്ഞതാ. ഒരാണല്ലേന്ന് പറഞ്ഞ് ബാപ്പിയിട്ട പേരാ അത്. ആളാ ഇങ്ങനെ. ഞാൻ മാറിത്തരാം, രണ്ടുപേരും മാറി മാറി ഇട്ടോ. എന്റെ കാരിയർ നശിപ്പിക്കാൻ വേണ്ടി വാപ്പ തുടങ്ങിയ ഒരു സ്ഥാപനം. ഇത്താത്ത എന്തിനായിരുന്നു മോങ്ങണത്? അളിയൻ തല്ലിയോ? മൂപ്പര് എന്നെ പൊന്നുപോലെ നോക്കണത്. ആ എന്നാ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ചിലപ്പോ അളിയെ കൊണ്ടുപോയി പണയം വെക്കും. ഇത്താത്ത കരയാണ്ട് കാര്യം പറ. ഈ നാട്ടുകാർ കണ്ട ബോറാ. എന്റെ കരച്ചിലവരെ അനക്ക് ബോറായി തുടങ്ങി. എനിക്കിതും വേണം. ഞാനതല്ല ഉദ്ദേശിച്ചത്. ഞാൻ നിന്റെ ആരാ? എന്റെ പെങ്ങള്. വെറും പെങ്ങളല്ല, മൂത്ത പെങ്ങള്. വലിച്ചു കിട്ടാണ്ട് മൂത്ത പെങ്ങള് കാര്യം പറ. എന്നെ വഴിയാധാരാക്കാനാണോ നിന്റെ ബാപ്പാന്റെ പദ്ധതി? ഇത്താത്ത വഴിയാധാരം ആകാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മുടെ വീടിന്റെ ആധാരം കൊണ്ട് ഈ ബാങ്കിൽ വെച്ചത്. ഞാനിനി പുയ്യാപ്പിളന്റെ ഉമ്മാന്റെ മുഖത്ത് എങ്ങനെ നോക്കും? നീ തന്നെ പറ. ഇതുവരെ എങ്ങനെ നോക്കിയത്? തൽക്കാലം അങ്ങനെ തന്നെ പോണാണ് ബുദ്ധി. അല്ലാതെ ആ ഒരു കാര്യത്തിൽ ഒരു വെറൈറ്റി പറഞ്ഞുതരാന്ന് വെച്ചാ പിന്നെ ഇതിങ്ങനെ നോക്കാം. പോടാ, ഞാൻ ആ വീട്ടില് തീ തിന്നെ. എന്നിട്ട് ഇത്താത്ത വാവില്ല. വളിപ്പ തമശ നിർത്താറില്ല എനക്ക്. കൊടുക്കാന്ന് പറയാന്നല്ലാതെ ബാപ്പി മോനും ഇതുവരെ കൊടുത്തോ? എന്ത് കുന്തം? പൈസന്റെ കാര്യമില്ലാതെ പിന്നെ എന്ത് കൊടുത്തോന്നാ? ഇത്താത്തയുടെ വർത്താനം കേട്ടാത്തോന്ന് അലമാര മുഴുവൻ പണം ഉണ്ടായിട്ട് എടുത്തു കൊടുക്കാത്തേണു. അല്ല, ഇതൊക്കെ ഇത്താത്തക്ക് അറിഞ്ഞൂടെ? ഞാനോ നീ അറിഞ്ഞിട്ടെന്താ? അവരും കൂടി അറിയണ്ടേ? ഇതൊക്കെ നമുക്ക് നയത്തിൽ അറിയിക്കാം. എന്നാ പൂർത്തിയായി. നീ അങ്ങനെ ആരെ അറിയിക്കാനൊന്നും നിൽക്കണ്ട. വാക്ക് പറഞ്ഞ് പാലിക്കാതി. നമ്മള് പറഞ്ഞ സ്ത്രീധന നയാ പൈസ തീർത്തു കൊടുത്തില്ലേ, പിന്നെന്താ? അതോടെ എനിക്ക് പെങ്ങളില്ലാണ്ടായല്ലോ. എനിക്കിത് വേണം. അന്റെ കാലിൽ അരണ കടിച്ചപ്പോ ഒരു രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് മരുന്ന് വെച്ചോളാം ഞാൻ. എനിക്ക് ഇങ്ങനെ തന്നെ വേണം. എന്റെ ഇത്താത്ത കരയല്ലേ. അതെ, ഞാനൊരു ആൽബം സംവിധാനിക്കാൻ പോവാ. ആ വകയിൽ എന്തെങ്കിലും കിട്ടുമ്പോ തരാം. മതി. തൽക്കാലം മൂപ്പരെ വീട്ടിൽ കഴിയാൻ ഈ കച്ചത്തുരുമ്പ് മതി. ഒടുക്കം പറഞ്ഞ വാക്ക് തുരുമ്പെടുക്കരുത്. അത് ഞാൻ വിനീത് ശ്രീനിവാസനാണോ അതോ താജുദ്ദീനോ? എന്ത് പാടുന്നതേ? അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ. ഇത്താത്ത ചെല്ല്. പോക്കറ്റിൽ എന്താടാ? പോക്കറ്റില്ല, ടീഷർട്ടാണ്. ഇനി പറഞ്ഞ വാക്ക് മാറ്റരുത്. ശരി. അന്ന് അരണ കടിച്ചപ്പോ അരണ കടിച്ച് സമ്മതിച്ച്. ഇതിലും ഭേദം പാമ്പ് കടിക്കില്ലായിരുന്നു. പോടാ. പിശാച്.